കാലിക്കറ്റ് VC നിയമനത്തിൽ പുതിയ സെനറ്റ് നോമിനിയെ കണ്ടെത്താൻ ഈ മാസം 18-ന് വീണ്ടും യോഗം ചേരും. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം. നേരത്തെ തെരഞ്ഞെടുത്ത 2 പ്രതിനിധികളും സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് പിന്മാറിയിരുന്നു. രാജിയെ തുടർന്ന് സെർച്ച് കമ്മിറ്റി നിയമസാധുത ഇല്ലെന്ന് സർവകലാശാല ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് വീണ്ടും പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള കോടതി നിർദ്ദേശം. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സലാം, കാലിക്കറ്റ് VC നിയമനവുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനം എന്താണ്? കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ തെരഞ്ഞെടുക്കുന്നതിനുള്ള സർവകലാശാല പ്രതിനിധിയെ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വീണ്ടും 4ാമതായി ഒരു യോഗം കൂടി ചേരുന്നത്. സെനറ്റ് യോഗം 18-ാം തീയതിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സെനറ്റ് യോഗത്തിൽ തെരഞ്ഞെടുത്ത 2 പ്രതിനിധികളും, അതായത് ആദ്യം തെരഞ്ഞെടുത്ത ഡോക്ടർ ധർമ്മരാജ് അഡാട്ടും പിന്നീട് തെരഞ്ഞെടുത്ത ഡോക്ടർ A സാബുവും, 2 പേരും സെർച്ച് കമ്മിറ്റിയിൽ പിന്മാറിയതിനെ തുടർന്നാണ് ഇപ്പോൾ 3ാമത് വീണ്ടും പ്രതിനിധി ചേർക്കാനുള്ള ഒരു യോഗം ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചേരുന്നത്. നേരത്തെ തെരഞ്ഞെടുത്ത പ്രതിനിധികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പിന്മാറിയത്. അത് പിന്നീട് തുടരാനാകില്ലെന്ന് കാണിച്ച് ഗവർണർക്ക് കത്ത് നൽകുകയായിരുന്നു. ഇതിൽ തന്നെ ആദ്യം തന്നെ ഇവരുടെ ഈ സമ്മതപത്രം വാങ്ങാതെയുള്ള ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ ഗവർണർ പോരിൽ ഗവർണറെ വെട്ടിലാക്കാനുള്ള ഒരു നീക്കം എന്നോളമാണ് ഇവരുടെ തെരഞ്ഞെടുപ്പും പിന്നീട് അവർ രാജിയും ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധിയുടെ, അതായത് തെരഞ്ഞെടുക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന പ്രതിനിധിയുടെ ഒരു സമ്മതപത്രം കൂടി വേണമെന്നുള്ള കാര്യം കൂടി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ 18-ാം തീയതി വീണ്ടും സർവകലാശാല ഒരു പ്രതിനിധിയെ കൂടി തെരഞ്ഞെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തെരഞ്ഞെടുത്ത 2 പേരും പിന്മാറിയതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു സർവകലാശാല പ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ട സ്ഥിതിയിലേക്ക് പോയത്. ഗവർണർ നേരിട്ട് ഈ സർവകലാശാല തെരഞ്ഞെടുപ്പിനുള്ള സെർച്ച് കമ്മിറ്റി തീരുമാനിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാർ കോടതിയിൽ പോവുകയും ആ സാഹചര്യത്തിലാണ് ഈ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ തീരുമാനിച്ച 2 പേര് പിന്മാറുകയും അതോടൊപ്പം തന്നെ ഗവർണറുടെ നോമിനി ആയിരുന്ന ആൾക്ക് ഈ സർവകലാശാല ചട്ടങ്ങൾ പ്രകാരം ഈ സെർച്ച് കമ്മിറ്റിയിൽ തുടരാനാകില്ലെന്നുള്ള ഒരു നിയമ തടസ്സവും ഈ സർക്കാർ കോടതിയിൽ ഉന്നയിക്കുകയും ആ ഒരു അടിസ്ഥാനത്തിലാണ് പിന്നീട് വീണ്ടും സെർച്ച് കമ്മിറ്റിയിലേക്ക് പുതിയ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുമെന്നുള്ള ഒരു ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായത്. ആ നിർദ്ദേശം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ സെനറ്റ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി 18-ാം തീയതി സെനറ്റ് യോഗം ചേരുന്നത്.